നമസ്കാരം. എത്രയോ ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടും ഇത്രയധികം കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പിതാവ് പോയപ്പോൾ പോലും എൻ്റെ പിതാവിനെ ഇതേമാതിരി ചിന്ത പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് ഉറച്ചു നിന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ചു തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് 2 പ്രാവശ്യം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലാത്തതുകൊണ്ട് അതിന് താഴെത്തട്ടിലെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം KPCയിൽ പരാതി കൊടുത്തു. അതെല്ലാം അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റുമാരുടേത് വന്നപ്പോൾ ഞാൻ വെക്കരുത്, ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എൻ്റെ ആരും വെക്കണ്ട, രണ്ടാമതൊരാളുടെ പേര് തരുമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു. എൻ്റെ വീടിന് തൊട്ടടുത്ത് എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി. ഞാൻ 3 കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ പേരിൽ സ്മാരകം പണിതു തരാം 1 കൊല്ലത്തിനുള്ളിൽ. അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയിൽ ഞാൻ ഇതിൽ ഉറച്ചു വന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല. ഞാൻ പലപ്പോഴും അച്ഛന് വേണ്ടി പിരിവിനിറങ്ങുമ്പോൾ വേറെ ഏതെങ്കിലും പിരിവും കൊണ്ട് പാർട്ടി വരും. അപ്പോൾ ഇത് താഴത്തെ ഇത്രയും കാലമായിട്ട് ഒരു ദിവസം ഞാൻ KPC പ്രസിഡന്റിന് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കാം. അത് കഴിഞ്ഞപ്പോൾ അവര് ഇപ്പൊ പറയാമെന്ന് പറഞ്ഞിട്ടും പല DCCകളും നിരാകരിച്ചു. ഞങ്ങൾക്കിപ്പോൾ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അവമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല എന്ന്. അത് കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായി ഞാൻ BJP, എന്തുകൊണ്ട് BJP എന്ന് എന്നോട് പലരും ചോദിച്ചു. കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതേപോലെ എന്തുകൊണ്ട് പത്മജ എന്നാണ് അവർ. കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചു വെക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനൊരു വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞതെന്ന് തോന്നുന്നു. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചു കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം തോന്നിയത്. ഏത് പാർട്ടിക്കും ശക്തനായിട്ടൊരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാല് ഞാനിന്ന് ആലോചിച്ചു, ഞാൻ ആരെയാ കണ്ടത്? ആരുമില്ല, ആർക്കും സമയമില്ല. മാഡം സോണിയാജി ആണെങ്കിൽ അവര് ആരും കാണുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. പിന്നെ നേതാക്കളില്ല, എല്ലാവരും പോയല്ലോ. ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് പോകും. അന്ന് എനിക്ക് തോന്നി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അവമാനിക്കപ്പെടുക. ദിവസം ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല. എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് 4-5 പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പലരും. അതെല്ലാം എന്നെ വേദനിപ്പിച്ചു. അപ്പൊ കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ അത് ആരോട് പറഞ്ഞില്ല എന്ന് മാത്രം. പെട്ടെന്നായപ്പോ അവരും ഞെട്ടി. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയ ചേരയും കടിക്കട്ടെ, ഞാൻ വലിയ പാമ്പും മൂർഖനൊന്നും അല്ല എന്നല്ലേ നിങ്ങൾ പറയണത്. ഞാൻ വെറും ചേരയാണ്. പക്ഷെ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനല്ല പറഞ്ഞു, എന്റെ അമ്മേനെ പറഞ്ഞു. ഞാൻ കരുണാകരന്റെ മകളല്ല. അതിന്റെ അർത്ഥം എന്റെ അമ്മേനെയല്ലേ അവര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തു. പിന്നെ എന്നെ വഴി തടയും. അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പറയാം, ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട്. ഞാൻ രാജകേസ് സമയത്ത് ഇതാവുണ്ട് ഒളിവിൽ പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് TV-യിലിരുന്ന് നേതാവായതാണ്. അങ്ങനെ ഒരാള് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കിടന്നതെന്നും എന്താ അതിന്റെ പിന്നത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒന്നും വേണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ എന്ന് വിചാരിച്ചത്. കാരണം എന്റെ സ്വഭാവം അതല്ല. പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു, ഇനി എന്നെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 2-3 ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ ആവശ്യമില്ല.
പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എന്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയവും വ്യക്തി ജീവിതവും വേറെ വേറെ കാണണം. എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്. എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക. ഞാൻ ഇവര് പറയുന്ന കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം. എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാ. ഞാൻ കരിങ്കാലിയുടെ മകള്, ചെറുപ്പത്തില് കൊലയാളിയുടെ മകള്, ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ പറയുന്നവര് പറഞ്ഞ അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നായിരുന്നു. എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട്, മാനിഷാദ. നമ്മൾ പറഞ്ഞില്ലേ, കാട്ടാള പരാക്രമ സ്ത്രീകളല്ല വേണ്ടുന്നു. അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേ. Ma'am, for the English channels, can you just brief us in English, please? No? Yes, ma'am. രണ്ട് ബന്ധുക്കളല്ലേ? രണ്ട് ബന്ധുക്കളാണ്. അതും നമ്മുടെ കുടുംബം. ഇതെന്റെ കുടുംബം. മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട്. അവരുടെ അടുത്ത ബന്ധുക്കളാണ്. അപ്പം എന്താ പറയാ, ഒരു കുടുംബത്തിൽ മറ്റേ കുടുംബത്തിൽ വരുമ്പോൾ അവിടുത്തെ ചിട്ടകളും രീതികളും ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. പ്രത്യയശാസ്ത്ര മാറ്റം ഇല്ല ഇതിന്റെ അകത്ത്. പ്രത്യയശാസ്ത്ര ബന്ധുക്കൾ ആ കാലൊക്കെ കഴിഞ്ഞു. ഇന്ന് എല്ലാ ജാതി മതക്കാരും ഒരേ മാതിരിയാണ് ബിജെപിയിലാണ്. നമുക്കറിയാലോ, അനിൽ ആന്റണി, അബ്ദുൽ സലാം വന്നു, അങ്ങനെ എല്ലാവരും. പിന്നെ അബ്ദുള്ള കുട്ടിയാണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ്. അപ്പൊ പിന്നെ ആ രീതികളൊക്കെ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. പിന്നെ എന്റെ പിതാവ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടാണ്. ആ സമയം അവര് തമ്മിൽ പ്രത്യേകിച്ച് അച്ഛൻ ഏറ്റവും ഫൈറ്റ് ചെയ്തില്ല ഒരാളുടെ കൂടെ പോയ അച്ഛന്റെ മകളാണ് ഞാൻ. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടും, അതായത് എനിക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലം പ്രവർത്തിക്കാൻ. നമുക്കൊരു ഗൈഡ് ലൈൻ തരാനുള്ള ലീഡർഷിപ്പ് ഉണ്ട്. അതാണ് ഏറ്റവും സുഖം ഒരു ആൾക്കാർ പ്രവർത്തിക്കാൻ. ഈ മാറ്റം അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പ്രചോദനമാണ്. അല്ല, അത് പ്രചോദനം ആവണ്ട. അവരിപ്പോ തന്നെ കുറച്ച് ഞാൻ വന്നോളൂ. ഈ തൃശ്ശൂരില് പുതിയ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലും വന്നു. ചേട്ടന് വിജയസാധ്യത ഉണ്ടോ? എന്താണ്? അല്ല, അങ്ങനെ ചേട്ടൻ എന്നുള്ള എനിക്ക് കണ്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ വ്യക്തി ജീവിതവും എന്റെ രാഷ്ട്രീയം വേറെയാണ്. എന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക ആയാൽ ഞാൻ അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നേ പറയും. രാഹുൽ പറയുന്നത് ഇനി വരുന്നതിലേക്ക് പാർട്ടി പ്രകടമായിരുന്നെങ്കിൽ CPM-ലേക്ക് പോയാൽ പോരായിരുന്നു. എന്തിനാണ് BJP പോകുന്നത്? അതിപ്പോ ആർക്കും എന്തെങ്ങനെ വിചാരിക്കും. അത് മാസ്റ്റർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അയ്യോ, നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞങ്ങള്. അത്രേ ഉള്ളൂ. അതൊരു വലിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാം പോകുന്ന വ്യക്തിയുടെ ഒരു മനസ്സാണ്. കാരണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ്, അല്ലാണ്ട് ബാക്കിയൊരു നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നിയതാണ്. വേണുഗോപാലിനെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. എല്ലാ പരിഗണനയും കിട്ടിയ ആളാണ്. പിന്നെ വർക്ക് ഫ്രം ഹോം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതെന്താ വെച്ചാല്, എന്റെ സഹോദരൻ ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ അനിയനാണെങ്കിൽ ഞാൻ 2 അടി കൊടുത്തേനെ. കാരണം 1.5 കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു. എനിക്ക് വേറെ കുറെ അസുഖങ്ങൾ വന്നു. ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ. ആ ചേട്ടൻ അത് പറയരുത്. എന്നിട്ടും ഞാൻ സമയം കിട്ടാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഓടും മീറ്റിങ്ങിന്. ഞാൻ അത്രയും ഒരു ഹെൽത്തില് ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഞാൻ റിക്കവർ ചെയ്ത് വന്നു തുടങ്ങി. അപ്പൊ ഇതെല്ലാം അറിയുന്ന ആളത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്, വോട്ടിന് വേണ്ടിയിട്ട്. പരിഗണനയുടെ കാര്യം കൂടി. എന്ത് പരിഗണന? പരിഗണന കിട്ടിയില്ലാതെ പരാതി. അതെ, പരിഗണന കിട്ടിയില്ലെന്ന് ശരിയാണ്. അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ KPC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് വലിയൊരു നേതാവിന്റെ അനുയായി എന്നെ ഏറ്റവും ദ്രോഹിച്ച ആൾ ഇലക്ഷൻ. അപ്പൊ അയാൾക്ക് പൊസിഷൻ കൊടുക്കുന്നതിന് ഞാൻ എതിർത്തു. അപ്പൊ ആ നേതാവ് തീരുമാനിച്ചു അയാളും വേണ്ട, ഞാനും വേണ്ട. അയാളെ എന്നെയും ഒരു ഇതിൽ കിട്ടിയതെന്ന് എനിക്ക് സങ്കടമാണ്. പക്ഷെ എന്നാലും അതെനിക്ക് വിഷമമില്ല. ഞാൻ എല്ലാ ആൾക്കാരും വേണ്ടി കണ്ടത്. എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവിലേക്ക് തട്ടി 3 കൊല്ലം എന്നെ നടത്തിച്ചു. അങ്ങനെ 3 കൊല്ലം നടത്തിക്കേണ്ട ആളൊന്നുമല്ല. ഇതന്നെ എനിക്ക് കിട്ടിയത് എന്താണെന്നറിയാം. ഞാൻ ഇപ്പൊ പാർട്ടി വിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുകൃഷ്ണ പറഞ്ഞത് ED വന്നു, അതുകൊണ്ടാണ് താങ്കൾ പാർട്ടി മാറുന്നത്. താങ്കളൊരു ഫേസ്ബുക്ക് പേജിലും സമാനമായ ഞാനല്ല, അത് ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എന്റെ ഇതിൽ കാരണം കുറെ പേർക്ക് ഞാൻ ഈ പാസ്വേഡ് ഒന്നും കൊണ്ട് നടക്കണമല്ല. എല്ലാവർക്കും എന്റെ അടുത്ത് സ്റ്റാഫ് പോയവർക്കൊക്കെ അറിയാം. ആരോ എന്റെ ഫേസ്ബുക്കിൽ കയറിയതാണ്. അതിപ്പോ ഞാൻ അതിനെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ലീഡർ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ മാത്രമല്ല, ജനസംഘത്തിന്റെ നേതാക്കളെല്ലാം രാജഗോപാൽ അടക്കം അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനം എന്തായിരുന്നു അതിനകത്ത് വ്യക്തമല്ലേ? കേസടക്കം മാർക്സിസ്റ്റ് പാർട്ടിയിലത്തെ ആൾക്കാരും ശ്രീ പിണറായി വിജയനെ പോലെയുള്ളവരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല.
അല്ല, അദ്ദേഹത്തെ ഏറ്റവും ജനകീയനായ നേതാവും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രകീർത്തിക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചാൽ അപ്പോൾ ലീഡറിനോടുള്ള പഴയ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. കോൺഗ്രസിലെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് ആരാണ് അഞ്ചുകൂടെ ദിവസം അല്ല, അദ്ദേഹത്തിനോടുള്ള പഴയ BJP-യുടെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരോട്ടെ കോൺഗ്രസിൽ തന്നെ വന്നവർ അതിലൊരു വലിയ കാര്യമൊന്നുമില്ല. കാരണം കെ കരുണാകരൻ ഏറ്റവും വിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു, ഭാവന സമ്പന്നനായിരുന്നു, ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന വികസനം അല്ലാതെ കേരളത്തിലും തിരുവനന്തപുരത്തും വേറെ ഏത് സർക്കാരാണ് എന്തെങ്കിലും കൊണ്ടുവന്നത്? അടിയന്തരാവസ്ഥക്കെതിരെയുള്ള നിലപാട് വേറെയുണ്ട്. അതൊന്നും നിങ്ങൾ ചോദിക്കാൻ അല്ല, എന്നിട്ട് എന്തുകൊണ്ട് കെ കരുണാകരൻ ഒരു ദിവസം ജയിലിൽ കിടത്താൻ പറ്റാൻ? പ്രസിഡന്റ് ഇന്ന് ഞാൻ വന്നോണ്ട് പറഞ്ഞ വാക്കുകളല്ല, നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ കയറി നോക്കുന്നതല്ലേ. അദ്ദേഹം എത്രയോ നാള് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് വിചാരിക്കുന്നത് എന്തായാലും BJP പ്രസിഡന്റ് എന്റെ അച്ഛനെ പറ്റി അത് അന്ന് കുറെ നാളായി അത് ഞാൻ ഇന്നലെ വന്നപ്പോ കണ്ടപ്പോ ഞാൻ വന്നോണ്ടല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ മനസ്സിൽ അച്ഛനെ പറ്റിയുള്ള വിചാരം. പാർട്ടി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് പല സ്ഥാനങ്ങളും കിട്ടിയതെന്ന് നേരത്തെ പറഞ്ഞു. ഇങ്ങനെ BJP-യിലേക്ക് പോകുന്ന കാര്യം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആരോഗ്യ സൂചന നൽകി ആരോട് പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സാക്ഷി, എന്റെ കുടുംബം കൂടുതൽ നേതാക്കൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ട് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാണ്. ഈ പരിഗണനയിൽ നിന്ന് പറയുമ്പോഴേ കെ കരുണാകരന്റെ മാനസപുത്രന്മാരായിരുന്ന KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, അതേ ഗ്രൂപ്പുകാരൻ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പത്മജ വേണുഗോപാൽ കരുണാകരൻ ലീഡറുടെ പുത്രി അങ്ങനെ പരിഗണിച്ചില്ല? അവരെന്താ അങ്ങനെ ലീഡറെ ചതിക്കുകയാണോ? ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കണം, അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഞാനേ ഒരു അന്തസ്സുള്ള ആളാണ്. ഞാൻ കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഒരാളെ കുറ്റം പറയാറില്ല. അതിന് ആവശ്യം വന്ന പറയാനോട്ട് പഠിക്കില്ല. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ 5ഓളം പേർ വരുമെന്നൊക്കെയുള്ള കഥകളൊക്കെ കേൾക്കുന്നില്ല. അതെന്തെങ്കിലും വസ്തുണ്ട്? എന്തെല്ലാം കഥകളാണ് കേരള BJP പത്മജ വേണുഗോപാൽ വരുന്നതിനെതിരാണെന്ന് ഇപ്പോഴും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം കോൺഗ്രസിനെ സഹായിക്കാനാണ്. ദയവായിട്ട് എന്നോട് ചോദ്യം ചോദിക്കും. ഞാൻ വെറുതെ എന്തെങ്കിലും പറയും. കാരണം നിങ്ങൾ കോൺഗ്രസ് തകരുന്നതിലും കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJP-യിൽ വരുന്നതിലും വലിയ അസ്വസ്ഥതയാണ്. കോൺഗ്രസ് നേതാക്കളെക്കാൾ വലിയ അസ്വസ്ഥതയാണ്. ഈ ഭാരതരത്നം പലർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ ലീഡർ കെ കരുണാകരൻ കൊടുക്കുന്നത് എല്ലാ ചോദ്യങ്ങളിൽ തന്നെ ചോദിക്കേണ്ടത് ഇനി എത്രയോ ദിവസം ബാക്കിയില്ല. BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ ഇത്തരം അതൊക്കെ നാളെയും പറയാം. സംഘടനയും കാര്യം നമുക്ക്